KSUവിൻ്റെ പ്രതിഷേധം നടക്കുകയാണ്. മാർച്ച് അക്രമാസക്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസുമായി ഉന്തും തള്ളും പോലീസുമായി അകത്തേക്ക് കയറാൻ ഉന്തും തള്ളും നടക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ ഈ സർവകലാശാല കാര്യങ്ങൾ പോയിട്ടുണ്ട്. പോലീസ് ഏതാനും സംയമനം പാലിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാർജിലേക്കോ മറ്റു നടപടികളിലേക്കോ ഒന്നും തന്നെ പോലീസ് പോയിട്ടില്ല. ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. സംസ്ഥാന നേതാവായിട്ടുള്ള ആൻസബാസിൻ, അതുപോലെ തന്നെ RSS തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇതൊരു പ്രതിഷേധം നടക്കുന്നത്. 3 പോലീസുമാരുടെയും കോലം കത്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നു. അതിനുശേഷമാണ് ഈ പ്രതിഷേധം അജിത് ബാബു ഉണ്ടോ അവിടെ നിന്ന് ചേരുന്ന? അജിത്ത്, വലിയ പ്രതിഷേധമാണല്ലോ ഉള്ളത് അവിടെ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിത്ത്, കേൾക്കാമോ? വലിയ പ്രതിഷേധമാണ് KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി MG സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. VC-യുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രതിസന്ധികൾ നടക്കുന്നു. പിന്നീട് സെനറ്റ്, അതുപോലെ തന്നെ താൽക്കാലിക അധ്യാപക നിയമനം, ഇതിലെല്ലാം SFI പ്രതിഷേധമായി രംഗത്തെത്തുകയും KSU ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്തുകയും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനങ്ങളടക്കം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഇന്ന് KSU ഇപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധവുമായി MG യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. MG യൂണിവേഴ്സിറ്റിയുടെ മുന്നിലെ റോഡിനോട് ചേർന്നുള്ള ഗേറ്റിൽ തന്നെ, അതായത് കവാടത്തിൻ്റെ ഗേറ്റിൽ തന്നെ പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടഞ്ഞു. ആ തടഞ്ഞതിന് പിന്നാലെ KSU പ്രവർത്തകർ ഉദ്ഘാടനത്തിന് ശേഷം ഇത്തരത്തിൽ VC-മാരുടെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് അകത്ത് കടക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അലോഷ്യസ് സേവിയറും ആൻസബാസിനും ഉൾപ്പെടെയുള്ള KSU നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണെങ്കിലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും KSU പ്രവർത്തകർ തുടരുന്നത്. വരുന്ന ഇതിൽ വീണ്ടും പോലീസ് ഇത്തരത്തിൽ പ്രശ്നം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴും ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ KSUവിൻ്റെ ആദ്യ പ്രതിഷേധമാണ് MG യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ KSU 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ പ്രതിഷേധം അത്തരത്തിൽ തുടരുന്ന സാഹചര്യമാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ സന്നദ്ധമാകുന്നില്ല. അകത്ത് കയറി ഇത്തരത്തിൽ അകത്തേക്ക് കടത്തിവിടണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് നിരവധി തവണ വാക്കേറ്റം ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടായി. പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. ശരി, MG സർവകലാശാലയിലേക്കാണ് KSUവിൻ്റെ മാർച്ച് നടക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ ഉള്ളത്. സർവകലാശാലയിലെ കാവ്യവൽക്കരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിലവിൽ KSU വലിയ പ്രതിഷേധം MG സർവകലാശാലയിലേക്ക് നടക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി. ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. അപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ഉണ്ടായത്.
നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രവർത്തകരെയായി പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നു. ആ ദൃശ്യങ്ങളാണ്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളുമായി വീണ്ടും ആ പ്രവർത്തനത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഈ റോഡ് ഉപരോധത്തിൽ നിന്ന് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് വലിച്ചു മാറ്റി വാഹനങ്ങൾ വീണ്ടും കടന്നു പോകുന്നതിലേക്ക് എത്തി. വീണ്ടും പ്രവർത്തകർ സംഘടിച്ചെത്തി വീണ്ടും റോഡ് ഉപരോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റിയതാണ്. വീണ്ടും റോഡ് ഉപരോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ട് വാഹനത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. പോലീസിന് സ്വാഭാവികമായും ഈ റോഡ് ഉപരോധമായതുകൊണ്ട് ഇടപെടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും പോലീസ് ഈ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. KSUവിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമരം തുടരുന്ന സാഹചര്യമാണ്. പോലീസ് ഇപ്പോൾ വീണ്ടും പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു.